അതിന്റെ പ്രതിഫലനം എന്താ? അല്ല, ഉയർച്ച ഉണ്ടാവും, ആരോഗ്യം നല്ലതാവും, രോഗങ്ങൾ കുറയും, മരുന്നുകളില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വീട് കൊണ്ടുപോകും, സമാധാന സന്തോഷം ഉണ്ടാവും. നമ്മളുടെ ഇന്നുള്ള പല രോഗങ്ങൾക്കും, മിക്കവാറും എല്ലാ രോഗങ്ങൾക്കും പിന്നിലെ കാരണം മാനസിക പ്രശ്നങ്ങളാണ്. ടെൻഷൻ, വിദ്വേഷം, വെറുപ്പ്, വഴക്ക്, ഇതൊക്കെ നമ്മളെ അനാരോഗ്യത്തിലേക്ക് മദ്യപാനം, ഇതെല്ലാം നമ്മുടെ അനാരോഗ്യത്തിലേക്ക് നയിക്കും. രണ്ടാമത്തെ നേട്ടമാണ് ഞാൻ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ദീർഘായുസ് ഉണ്ടാവും, ആയുസ് കൂടും. കാരണം എന്താ? ആ ബേസ് ക്യാമ്പിന്റെ എക്സാമ്പിൾ നോക്കാം. അതായത് എന്നെ കാത്തിരിക്കുന്ന ഒരു വീട് എനിക്ക് ഉണ്ട്, സ്നേഹമുള്ള വീട്, എന്നെ സ്നേഹിക്കുന്നവർ ഉൾക്കൊള്ളുന്ന വീട്, എൻ്റെ മക്കളെ, കൊച്ചുമക്കൾ എല്ലാവരും ഉള്ള വീട്, ഞാൻ എപ്പോൾ ചെന്നാലും എന്നെ സ്വാഗതം ചെയ്യുന്ന എൻ്റെ വീട്. അപ്പൊ അതിപ്പോ മനസ്സിലായോ എന്തുകൊണ്ടാണ് നമുക്ക് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാനൊരു കൺഫ്യൂഷൻ? മനസ്സിലായോ? ശരിയല്ലേ? ഉറപ്പായിട്ടും പറയും, ഞാൻ 100 വയസ്സിന് ജീവിക്കുന്നു പറയണം. ഇനി ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളത് പറഞ്ഞിരിക്കണം, ഞാൻ 100 വയസ്സിന് മേലെ. കാരണം എന്താണ്? എന്നെ സ്നേഹിക്കുന്ന, എന്നെ ബലപ്പെടുത്തുന്ന ഒരു വീട് എനിക്ക് ഉണ്ട്. അതാണ് എൻ്റെ അടിസ്ഥാനം. ഇനി അടുത്ത, നിങ്ങൾ എന്തിനാ ഈ കൂട്ടായ്മ ഉണ്ടാക്കി? അതല്ല, എന്തിനാണ്? സമത എന്ന് പറയുന്ന കൂട്ടായ്മ നിങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം എന്താ? പരസ്പര സഹായ സഹകരണം, അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെടുക, കൊണ്ടും കൊടുത്തും വളരുക, അല്ലേ? നമ്മുടെ തീരപ്രദേശമാണ്, നമ്മളെ ഇവിടെ വലിയൊരു വ്യവസായമാണ് കയർ വ്യവസായം, അല്ലേ? ശരിയല്ലേ? ആ കയറിന് മനസ്സിലേക്ക് കൊടുത്തു. ആയിക്കോട്ടെ, എൻ്റെ കാലത്ത് മുഴുവൻ കയറാണ്. കാരണം എൻ്റെ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ മുഴുവൻ മടല് ചീച്ച് അത് തല്ലി ഇഴയെടുത്ത് ഇരിക്കണം. അവിടെ ഒന്ന് ഇഴയെടുപ്പത്തോടെ ചേർന്ന് ഈ നാരുകളെല്ലാം കൂടി വളരെ അടുത്ത് ചേർന്ന് നിന്ന് പരസ്പരം ഒത്തൊരുമയോടുകൂടി ഒന്ന് പിരിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ബലം ആന വലിച്ചാലും പൊട്ടാത്ത രീതിയിലേക്ക് കയറ്. അതുപോലെ ഇവിടെയുള്ള അംഗങ്ങൾ 35 പേരല്ലേ? എത്ര അംഗങ്ങളുണ്ട്? 15 പേര് ഒരുമിച്ച് കൂടി. അവരൊറ്റയ്ക്ക് നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് അവരുടേതായ കുടുംബങ്ങളുണ്ട്, വീട് സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അത് കൂടാതെ ആ 15 വീടുകളിൽ നിന്നുള്ള ആളുകള് ഒരുമിച്ച് കൂടി സമത എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇതിനു വേണ്ടിയിട്ടാണ് പരസ്പരം സഹായിക്കുക. ഏത് തരത്തിലും സഹായിക്കുക. സാമ്പത്തികം മാത്രമാണോ? അവിടെയാണ് പ്രശ്നം. സാമ്പത്തികം മാത്രമല്ല, മറ്റൊരു വ്യക്തിക്ക് എന്ത് ആവശ്യം വന്നാലും, അതായത് അവിടെ ആ വ്യക്തിക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ ഒരു ശാരീരിക അസ്വസ്ഥത വന്നു, അതുപോലെ തന്നെ അല്ലെങ്കിൽ അവിടെ ആ വ്യക്തിയുടെ വീട്ടിൽ ഒരു ആവശ്യം വന്നു, അവിടെയൊക്കെ നമ്മൾ ഈ 15 പേരും ഒത്തൊരുമിച്ച് ചെന്ന് അവരെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ബോധ്യം ഓരോരുത്തർക്കും ഇല്ലേ? അതൊരു ബലമല്ലേ? എനിക്ക് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കുടുംബം ഒറ്റയ്ക്കല്ല, എനിക്ക് 14 കുടുംബങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്നൊരു ചിന്ത തന്നെ എനിക്ക് വലിയൊരു ബലമാണ്. ശരിയല്ലേ? സാമ്പത്തികം അല്ലെങ്കിൽ മറ്റ് ഇതെല്ലാം വേറെ, പക്ഷെ അതിനേക്കാൾ മനസ്സിന്റെ ഒരു ബലമാണ്. ഇപ്പൊ ഇന്ന് ഈ വാർഷികം ഇവിടെ ആഘോഷിക്കുന്നു, നമുക്ക് എന്തൊക്കെ പരിപാടികൾ ഒരു ദിവസം നമ്മുടെ വീട്ടിലുണ്ട്, ഇതൊക്കെ കാര്യം മാറ്റി വെച്ച് നമ്മൾ വന്നത്, ശരിയല്ലേ? അല്ലേ? അത് വരാനുള്ള മനസ്സിന്റെ കാര്യം എന്താ? ഈ കൂട്ടായ്മയോടുള്ള സ്നേഹം.
കൂട്ടായ്മയോടുള്ള ബന്ധം. ഞാൻ വളർന്നാൽ മാത്രം പോരാ, ഈ 15 കുടുംബങ്ങളും അല്ലെ 14 കുടുംബങ്ങളും വളരണം, അവരെ ഉയരണം എന്നുള്ള ഒരാഗ്രഹം. അതല്ലേ ഗ്രൂപ്പ് ഇല്ലേ? എന്റെ വളർച്ച മറ്റുള്ളവരുടെ വളർച്ചയിലൂടെ ആയിരിക്കണം എന്റെ വളർച്ച. ശരിയല്ലേ? അപ്പൊ ഈ 15 വീടുകൾ കൂടുമ്പോൾ ഒരു സമൂഹമായില്ലേ? ഇല്ലേ? ഒരു ചെറിയ സമൂഹമായില്ലേ? ഇല്ലേ? ഈ ചെറിയ സമൂഹത്തില് പരസ്പരം കൊണ്ടും കൊടുത്തും. ഇനി കരുവ മോഹൻ സാർ പറഞ്ഞ വിഷയം ഒന്ന് ആലോചിച്ച് നോക്കി. സാറ് ഇട്ട് നിന്ന വിഷയം ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സാർ ഇട്ട് നിന്ന വിഷയം ഓർക്കുന്നുണ്ടോ? രാവിലെ പത്രം എടുത്ത് വായിക്കുമ്പോഴേ കഴിഞ്ഞ 2 ആഴ്ചത്തെ പത്രം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കേൾക്കാൻ പാടില്ല കാര്യങ്ങൾ സമൂഹത്തില്. നിങ്ങളുടെ ആരെങ്കിലും ഈ 15 പേരുടെ വീട്ടിൽ അത് നടക്കോ? ഈ 15 പേരുടെ വീട്ടിൽ അങ്ങനെയല്ല നടക്കോ? എന്തൊന്നും ഇല്ലാതെ നടക്കില്ല, നടക്കാൻ സമ്മതിക്കില്ല. ശരിയല്ലേ? അവിടെ ഒരു വിഷയം ഉണ്ടെങ്കിൽ നമ്മള് ഇടപെടും, പരിഹരിക്കൂ. ഒരു പ്രശ്നം പരസ്പരം പങ്കുവയ്ക്കാൻ ആളില്ലാതെ അവസാന ആത്മഹത്യയിലേക്ക് അതാണ് പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഇതൊന്ന് പറയാൻ കേൾക്കാനൊരു ഇല്ല. എനിക്ക് പ്രശ്നമുണ്ട്, പക്ഷെ ഇത് ആരോട് പറയില്ല. ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഒരു വിഷയം വരുമോ? ഇല്ലേ? അതായത് 15 പേരും ഈ 15 ഓരോരുത്തരിലും പരസ്പരം ശ്രദ്ധിക്കുകയാണ്. ഈ 15 കുടുംബങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും നിങ്ങൾ മീറ്റിംഗ് കൂടുന്നുണ്ട് അല്ലേ? മാസത്തിൽ കൂടുന്നുണ്ട്. മാസത്തിൽ നിങ്ങൾ ഇതുപോലെ ഓരോ പ്രഭാഷണങ്ങൾ വെക്കുന്നുണ്ട്. ശരിയല്ലേ? അല്ലേ? ശരിയല്ലേ? അത് നമ്മളെ മാനസികമായിട്ട് ഉയർത്തില്ലേ? ഇതുപോലുള്ള ചതിക്കുഴികളിൽ വീഴാതെ രക്ഷപ്പെടാനായിട്ട് നമ്മൾ സഹായിക്കില്ലേ? ഇല്ലേ? ഇതുപോലുള്ള കൂട്ടായ്മകൾ കൂടി പിന്നെയും നമ്മൾ സമൂഹത്തിലേക്ക് വളർന്നു കഴിഞ്ഞാലോ? ഇവിടെ ഉണ്ടാവുന്ന ഈ കൂട്ടായ്മ, നിങ്ങൾ ഗാന്ധി സ്മാരകത്തിൽ നിങ്ങൾ രജിസ്റ്റേർഡ് ആണ്. ഗാന്ധി സ്മാരകം ആലപ്പുഴ ജില്ല മുഴുവൻ ഇതുപോലുള്ള കൂട്ടായ്മകളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു കോമൺ വേദിയിലേക്ക് വരികയാണ്. ഇങ്ങനെ വളർന്ന് ഇങ്ങനെയാണ് സമൂഹം നന്നാവുന്നത്. ആദ്യം എവിടെ നിന്നാവണം? അടിസ്ഥാനം എവിടെയാ? ബേസ് ക്യാമ്പ് എവിടെയാ? വീട് നമ്മൾ ക്രമപ്പെടുത്തിയാൽ മാത്രമേ സമത ക്രമപ്പെടുള്ളൂ, അല്ലെങ്കിൽ ക്രമപ്പെടില്ല. അടിസ്ഥാനം വീട് ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടായ്മ നന്നായാലോ എല്ലാവരും ശ്രദ്ധിക്കും. നിങ്ങളുടെ സമത ഇപ്പൊ തന്നെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ആദ്യത്തെ വാർഷികം നിങ്ങൾക്ക് മനോഹരമായിട്ട് നിങ്ങൾ നടത്തിയില്ലേ? എല്ലാവരും വന്നില്ലേ? ശ്രദ്ധിക്കുന്നു. ഇനി അത് ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് പ്രചോദനമാണ്. ശരിയല്ലേ? ഇല്ലേ? അപ്പോ രണ്ടാമത്തെ കാര്യം, നമ്മളെ സമാധാനമുണ്ടാവും, സന്തോഷമുണ്ടാവും, ആരോഗ്യം നല്ലതാവും, ദീർഘായുസ്. ഇനി ഒരു കാര്യം കൂടി, സ്നേഹം. വീട്ടില് ഇതുപോലൊരു സ്നേഹത്തിന്റെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോഴേ കൂടുതൽ മക്കൾക്കാണ്. എന്താ ചിരിക്കാത്ത കാര്യം? കുറച്ചൊരു കുഞ്ഞിൽ വന്നാലും ഒരു ചെറിയൊരു ഫലിതം പറയണം. ഞാൻ ഫലിതം പഠിച്ചോണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ TA പഠിച്ചത് എനിക്ക് 45 വയസ്സ് ടി പഠിച്ചത്. എനിക്ക് അതിനുള്ള നേരത്തെ മനസ്സിലാക്കാനും പഠിക്കാനുള്ള ഭാഗ്യമില്ലാതെ പോയി. അപ്പൊ നമ്മള് അറിയാമല്ലോ, നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്രശ്നങ്ങൾ, വീട്ടിൽ ചെന്ന അവരുടെ പ്രശ്നങ്ങൾ, നമ്മളെപ്പോഴും നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് ചെന്ന് വരുന്നതയോ നമ്മുടെ മുഖം ഒരു മൂകതയിലേക്ക്, നമ്മളുടെ ഒരു ഗ്ലൂമിയാവും. മുഖത്തിന് എപ്പോഴും ഒരു വെളിച്ചമില്ലാത്ത, എപ്പോഴും മുഖം ഒരു അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമെന്നറിയോ? ഒരു 10, 35, 40 35 വയസ്സ് വരെയൊക്കെ നമ്മൾ അങ്ങനെ ഒരു മുഖത്തിലേക്ക് വരുന്നെങ്കിൽ നമ്മുടെ മുഖം അങ്ങോട്ട് അതേ രീതിയിൽ ഫിക്സായി. പിന്നെ അത് മാറ്റിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സാർ പറഞ്ഞ ഫലിതം പറയാത്തതാണ്. 45 വയസ്സ് വരെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുകയും ആകുലതയൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഫലിതമൊന്നും നമുക്ക് നടക്കത്തില്ല. അതേസമയം അത് കഴിഞ്ഞ് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും അതൊന്ന് ആക്കിയെടുക്കാൻ അത്ര എളുപ്പമല്ല. അതുപോലെ
ഇന്ന് ഞാൻ ഒത്തിരി ഖേദിക്കുന്നുണ്ട്. ഇതൊന്നും നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പുഞ്ചിരി സദാ എൻ്റെ മുഖത്ത് വരുത്താൻ സാധിച്ചിരുന്നെങ്കിൽ എൻ്റെ മുഖം തീർച്ചയായിട്ടും മാറ്റണം. ഇവിടെ ഇരിക്കുന്ന മനോഹരമായിട്ടുള്ള വളരെ സുന്ദരമായിട്ടുള്ള മുഖങ്ങൾ ഒത്തിരി പേരുടെ ഇരിപ്പുണ്ട്. അവരെ പോലെ എനിക്ക് ആകാമായിരുന്നു, പക്ഷെ ഞാനിത് പഠിച്ചത് താമസിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിയാവുന്നത് പുഞ്ചിരിക്കും. കഴിയാവുന്നത് പുഞ്ചിരിച്ച് എന്താ നമുക്ക് ചെലവ്? അതിനകത്ത് ഒരു ചിരി മുഖത്ത് വരുത്തുന്നതുകൊണ്ട് നമുക്ക് എന്താ ചെലവ്? പക്ഷേ അത് മറ്റുള്ളവരിൽ പ്രകാശം തരും. നമ്മളൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൽ പ്രസാദം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരത് അത് നമ്മളെ കാണുന്നവർക്ക് സന്തോഷം ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഇനി ഒരുപക്ഷെ എന്തെങ്കിലും വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവർക്ക് ഇത് കാണുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവും. ആ ഒരു പുഞ്ചിരി മുഖത്തേക്ക് വരുത്താൻ സാധിച്ചു. ഇതിനേക്കാളല്ല ഉപരി നമ്മുടെ മുഖം സൗന്ദര്യം കൂടും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, ഞാനീ പറയുന്നത് പരീക്ഷിച്ചു നോക്കി. തിയയുടെ ഒരു അഭ്യാസമാണ്, തിയയെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു അഭ്യാസമാണ് പിള്ളേരുടെ കുറുക്കലാണ്. മോളെ നീ സുന്ദരിയാണ്, അല്ലെങ്കിൽ മോനെ നീ സ്മാർട്ടാണ്, കാണാൻ സ്മാർട്ടാണ് എന്ന് കുഞ്ഞു മക്കളോട് അല്ലെങ്കിൽ നമ്മുടെ മക്കളോടൊന്ന് പറഞ്ഞു നോക്കി. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതായത് മക്കള് ചെറുപ്പത്തിൽ ഇപ്പോ 8 വയസ്സ് 9 വയസ്സ് 10 വയസ്സ് അങ്ങനെ വളർന്നു വരുന്ന പിള്ളേരോട് ഒന്ന് പരിശീലിച്ചു നോക്കി. നീ ആൺകുട്ടികൾ കാണാൻ സ്മാർട്ടാണ്, അവിടെ നീ നല്ല സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ നീ കാണാൻ മിടുക്കിയാണ് എന്ന് നിങ്ങൾ അത് പറയുന്നത് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് പെൺമക്കളോട് അച്ഛന്മാരും ആൺമക്കളോട് അമ്മമാരും പറയുമ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. കാരണം മനഃശാസ്ത്രം പറയുന്നത് പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അച്ഛനാണ്, ആൺകുട്ടികളെ കൂടുതൽ സ്വാധീനിക്കുന്നത് അമ്മയാണ്. ജനറൽ റൂളാണ്, എക്സെപ്ഷൻ പറയുന്നത് ജനറൽ റൂളാണ്. അപ്പൊ അവരുടെ വായിൽ നിന്ന് അവർ പറഞ്ഞ സ്നേഹത്തോടെയല്ലേ പറയുന്നത്, ഇല്ലേ? നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റുമോ? ഇല്ല. കണ്ണാടി നോക്കണ്ടേ? നമുക്ക് എപ്പോഴും കണ്ണാടി നോക്കാൻ പറ്റുമോ? പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ നമുക്ക് സ്നേഹത്തോടെ പറയുന്നത് നീ കാണാൻ സുന്ദരിയാണ്, അല്ലെങ്കിൽ നീ മിടുക്കനാണ്, നീ സ്മാർട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഫോട്ടോ എടുത്ത് വെക്കുക, അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് ഒരു ഫോട്ടോ എടുത്ത് വെക്കുക, നല്ല വ്യത്യാസം. പ്രായമായി കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് വ്യത്യാസം വരില്ല, പിള്ളേർക്ക് പെട്ടെന്ന് വ്യത്യാസം, നല്ല ഗ്ലോനെസ് വരുന്നു. ഇത് സ്നേഹമുള്ള വീടുകളിൽ സാധാരണ നടക്കുന്ന കാര്യമാണ്. സ്നേഹമുള്ള അമ്മമാരെപ്പോഴും മോനെ നീ മിടുക്കനാണ്, സ്മാർട്ടാണ്, അല്ലെങ്കിൽ മോളെ നീ മിടുക്കിയാണ്, കാണാൻ അഴകുള്ളവളാണ്, ഒരു മേക്കപ്പും വേണ്ട നിനക്ക്, നിന്റെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഓപ്പൺ 6 മാസം 1 വർഷം കഴിയുമ്പോൾ കുട്ടി മാറും. നിങ്ങൾ പരീക്ഷിച്ചു. മനസ്സിലായില്ലേ? ഇത്രയും വരെ മനസ്സിലായോ? ഇത്രയും വരെ മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകണം. എന്തെങ്കിലും സംശയം ഉണ്ടോ ഞാൻ പറഞ്ഞതിൽ? എന്തെങ്കിലും മനസ്സിലാകാറുണ്ടോ? ഇഷ്ടപ്പെടാറുണ്ടോ? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഇഷ്ടപ്പെടാറുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വീട് ഒരു 7 അടുപ്പുള്ള വീടാക്കണം, അല്ലെങ്കിൽ വീട് ഒരു സ്നേഹമുള്ള വീട്. ഇങ്ങനെ ആക്കാൻ പറ്റും? അതാണ് അടുത്ത ചോദ്യം. പറയാൻ എളുപ്പമാണ്, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അറിയാം, അല്ലേ? അമ്മായിയമ്മ ഇങ്ങനെ കണ്ണു മേടിച്ചിരിക്കുക അവിടെ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്നാ മതി, ശ്രീമതി തുടങ്ങും പരിപാടികൾ, അല്ലേ? എങ്ങനെയാവുന്നത് നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് അല്ലെങ്കിൽ കാരണം സാധാരണഗതിയിൽ അങ്ങനെയാണ് കാണുന്നത്. എല്ലാ വീടുകളിലും 1-2 പേരെ എപ്പോഴും ഒരു വിളിക്കുന്ന വഴിയല്ലാതെ മറ്റേ വഴിക്ക് ചാടുന്ന ആൾക്കാരുണ്ടാവും. അതങ്ങനെയാണ്, ഒരു പ്രകൃതി നിയമമാണ്. നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും വരാത്ത ഒരാളല്ലേ 2 പേര്. ഒന്ന് പറഞ്ഞാൽ 2 പറയുന്നവർ, തറുതല പറയുന്നവർ, വഴക്കുണ്ടാക്കുന്നവർ ഒക്കെ ഉണ്ടാവും. എല്ലാ വീടുകളും സാധനങ്ങൾ. ഇവരെങ്ങനെ കൈകാര്യം ചെയ്യും? എങ്ങനെ വീട് ഒരു
ഇപ്പൊ സാർ പറഞ്ഞതുപോലെ, അതായത് ആ ചോറിന്റെ പാത്രം എടുത്ത് ടി വി മുമ്പിൽ പോയിരുന്ന് ചോറുണ്ണുന്ന ഒരു രീതി മാറി എല്ലാവരും കൂടി, സാർ പറഞ്ഞ സെന്റൻസ് ആണ്, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തമാശ പറഞ്ഞ് ആഹാരം കഴിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ വീട് വളരാൻ എന്ത് ചെയ്യണം. അതാണ് സാർ പറഞ്ഞാണ് അതിന് കറക്റ്റ്. അതായത് ഒരു നേരമെങ്കിലും, ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഉള്ള ആഹാരം സന്തോഷത്തോടെ എല്ലാവരും കൂടി കഴിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വീട് വളരാൻ സാർ പറഞ്ഞു എന്ത് ചെയ്യണം. നമുക്ക് ആരെയും മാറ്റാൻ പറ്റുമോ? വീട്ടിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, എൻ്റെ വീട്ടിലുണ്ട്, കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അവരെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? മാറ്റണം. കാരണം നമ്മുടെ വീട് അങ്ങനെയാവുന്ന മാറ്റണം. ഉപദേശിച്ചോ മാറുമോ? മക്കളാണെങ്കിൽ ഉപദേശം എന്ന് കേൾക്കുമ്പോഴേ തന്നെ മക്കൾ കൊടുക്കും. ഇല്ല, ശരിയല്ലേ? ഇല്ല, എൻ്റെ മക്കളും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ടി എ പഠിക്കുന്നതിന് മുമ്പ് കണ്ടമാനം ഉപദേശിക്കാറുണ്ട്. ഇപ്പോഴും അപ്പൊ അവരത് പറയാറുണ്ട്. നീ വഴക്ക് പറഞ്ഞാലോ, അടിച്ചാലോ? ഇപ്പൊ പിള്ളേര് എല്ലാവർക്കും നമ്പർ, പോലീസിന്റെ നമ്പറൊക്കെ ഉണ്ട്, ഉടനെ മൊബൈൽ എടുക്കും അല്ലേ? വിളിച്ചാൽ ഉറപ്പാണ് കേട്ടോ, പിള്ളേർ തല്ലാൻ പാടില്ല. അത് മനസ്സിലാക്കാൻ ശരിയാണ്. തല്ലുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. പഠിക്കുന്ന ഒരു തിയറിയാണ്. തല്ലുന്നതുകൊണ്ട് ഗുണമല്ല, ദോഷമാണ്. അത് ശരിയാണ്. പക്ഷെ നമ്മൾ തല്ലും. ഞാൻ ഇഷ്ടംപോലെ തല്ലുകൊണ്ട് തല്ലിയിട്ടുമുണ്ട്. അറിയുന്നതിനും ടി എ പഠിക്കുന്നതിനും തല്ലി. എങ്ങനെ നമ്മൾ വീട് ശരിയാക്കണം? ആർക്കും എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് ഈ സ്നേഹം? നമ്മളെല്ലാവരും സ്നേഹത്തെ പറ്റി പറയും. സ്നേഹം എന്നുള്ള വാക്ക് അതിന്റെ ശരിയായ അർത്ഥം എന്താണ്? യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തിയുള്ള ആശയവിനിമയം. അതായത് തുറന്ന ആശയവിനിമയം. അതായത് ഉള്ളിൽ നമ്മള് ഒന്ന് വെച്ച് പുറത്ത് പറയുന്ന ആ രീതി മാറ്റി ഉള്ളിലുള്ളത് എന്താണോ അത് തുറന്ന്, അതാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം മറച്ച് നമ്മൾ ഒന്ന് പോളിഷ് ചെയ്തൊക്കെ പറയുമ്പോഴാണ് പ്രശ്നത്തിലേക്ക് വരുന്നത്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ്. അതായത് യാതൊരു പ്രതീക്ഷകൾ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ മറ്റേ വ്യക്തിയെ ആ വ്യക്തി ആയിരിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവാണ്. അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ ബൈ പ്രാക്ടീസ് പറ്റുള്ളൂ. ടിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ വ്യക്തിയെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ്. ഇപ്പോ മറ്റേ വ്യക്തി നമ്മളോട് എങ്ങനെ പെരുമാറിയാലും, മറ്റേ വ്യക്തി നമ്മളെ ചീത്ത പറഞ്ഞാലും, ഞാൻ ചോദിച്ചോട്ടെ, ഒരാള് ചീത്ത പറയാൻ പറയാൻ അത് വേണം, സ്വന്തക്കാരാണ്, ആരും ആയിക്കോട്ടെ, ഒരാൾ നമ്മളെ നമുക്ക് എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? എന്തായിരിക്കണം? എന്തായിരിക്കും? ഒരാൾ നമ്മളെ വഴക്ക് പറയുക, ഒരാൾ നമ്മളെ തല്ലാൻ വരിക, അല്ലെങ്കിൽ ചീത്ത പറയുക, എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? അല്ലെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ പ്രതികരണം? ഏത് തരത്തിലേക്ക് പ്രതികരിക്കാൻ നമുക്ക്? ഒന്ന് പ്രതിരോധിക്കുക, കറക്റ്റ്, റെസിസ്റ്റ് ചെയ്യുക. യെസ്, ഒന്ന് നമ്മളെ പ്രതിരോധിക്കും. രണ്ട് അതായത് ഇത് പറയും. അത് ഏതായാലും പ്രതിരോധത്തിന്റെ പോലെ തന്നെയാണ്. തിരിച്ചങ്ങോട്ട് ചോദിക്കും. രണ്ടാമത്തത് ഒന്നും മിണ്ടാതെ ഉള്ളിലൊക്കെ, അത് ഒന്നും മിണ്ടുകയല്ല, പക്ഷെ അത് ഉള്ളിലാണ്. മൂന്ന് കറക്റ്റ്, എടുക്കുക. മനസ്സിലായില്ലേ? ചെവി കേൾക്കാം, പക്ഷെ അത് കേട്ടത് നമ്മളൊന്നും അർത്ഥമാക്കില്ല.
കാരണം നമുക്കറിയാം അയാൾ പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, അയാൾ വഴക്ക് പറയുന്നത് പ്രശ്നം ആരുടെ പ്രശ്നം? അയാളുടെ പ്രശ്നമാണ്. അയാളുടെ മനസ്സിന്റെ ഉള്ളിലെ വൈകല്യം അല്ലെങ്കിൽ അയാളുടെ മനസ്സിന്റെ ഉള്ളിലെ ദേഷ്യം അത് നമ്മുടെ മേലത്തേക്ക് ചൊരിയുകയാണ്. അത് ആരുടെ കുഴപ്പമാണ്? അയാളുടെ കുഴപ്പം. നമ്മൾ നിന്ന് വലിച്ചതിലേക്ക് ഇടണം. ഞാനത്